ഫൈനലിസ്റ്റ് ലിസ്റ്റിലേക്ക് കയറിയ നിഷ സാരംഗ്. നിഷയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു പക്ഷേ അഞ്ജുവിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ്. തുടക്കത്തിൽ അത്ര വലിയൊരു പെർഫോമർ ആയിരുന്നില്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു വളരെയധികം ഹോംവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം വിദേശത്തും സ്വദേശത്തും ഉള്ള സുഹൃത്തുക്കളുമായി കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വിഭവങ്ങൾ നിഷ കണ്ടെത്തി കൊണ്ടുവന്ന് നല്ല രീതിയിൽ തയ്യാറാക്കി തുടങ്ങി. അപ്പോൾ നിഷയും പാചകത്തിനെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയ സമയം തൊട്ട് പുള്ളിക്കാരിയുടെ ഓരോ പെർഫോമൻസും ഓരോ റൗണ്ടിലെയും വ്യത്യസ്തമായ വിഭവങ്ങളാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസായി അങ്ങനെ എനിക്ക് തോന്നുന്നു ടോപ്പ് ബ്രാക്കറ്റിലേക്ക് നിഷയും പതുക്കെ പതുക്കെ നടന്നെടുക്കുകയായിരുന്നു. അപ്പോൾ നിഷയുടെ കുറച്ച് റൗണ്ട്സ് നമുക്ക് കാണണ്ടേ, ഒന്നുകൂടി കണ്ടു. ക്രാബ് ബിരിയാണി പാൻ വെച്ചിട്ട് ആദ്യം നമുക്ക് ഞണ്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി, ഇനി എണ്ണ ഒഴിക്കുകയാണ്. സവാള ഇട്ടു. കാന്താരി, ഈ കാന്താരി ഞാൻ ഒന്നും ചെയ്യില്ല. ഇത് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ ഇത് വെറുതെ വയ്ക്കുമെന്നല്ല ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഓരോന്ന് അതിലേക്ക് അങ്ങ് ഇടുക. അപ്പോൾ ഞാൻ കാന്താരി ഇട്ടു, ഇളക്കട്ടെ. കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇളക്കാൻ, കാരണം എന്നാലും നമ്മളൊരു വീട്ടിലെ ഒരു വലിയ കുടുംബിനിയാണെന്നൊക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ 2 പിള്ളേരൊക്കെ ഉണ്ട്, അവൾ കളിച്ച് കിടക്കുക എന്നൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല, ഞാൻ വളരെ സീരിയസാണ്. കുറച്ച് മിൻറ്റിൻ്റെ ലീഫ് കുറച്ചിടണം. അപ്പോൾ നമ്മൾ സവാള വാടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മതി, മുളക് പൊടി കുറച്ച് മതിയെല്ലാം, ലേശം മസാലപ്പൊടി, തൈര് കുറച്ചും കൂടെ ഒഴിക്കാം. ഈ ക്രാബ് അങ്ങ് ഇടുകയാണ്. തേങ്ങാപ്പാലിൽ വേണം ഇത് ശരിയാക്കാൻ. തേങ്ങാപ്പാലിൽ ഇത് പതിയെ വേവിച്ചെടുക്കണം. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവട്ടെ. അടുത്ത അടുപ്പിൽ ഞാൻ അരി വറുക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു. മസാല വറുത്ത് വെക്കാം. ഒരു ഏലക്ക, 2-3 ഗ്രാമ്പു, 2-3 തക്കോലം, പിന്നെ പട്ട. ഇത്രയും സാധനം നമ്മൾ വറുത്ത് അതങ്ങ് മാറ്റി വെക്കാം. ഇനി കുറച്ച് അരി അതിലേക്ക് ഇടുകയാണേ. അതങ്ങ് വറുത്ത് വെക്കാം. കുറച്ച് നേരം വെള്ളത്തിലിട്ടു ഞാൻ ഈ അരി. എന്തിനാണെന്നറിയാമോ? അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ചോറ്. ഇതിന് 1.5 കപ്പ് അരി ആയിട്ടിരിക്കണേ. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. നമുക്ക് ഈ അരി കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടാൽ മതി. അപ്പോൾ കുഴഞ്ഞു പോവില്ല. ഇതൊന്ന് തണുക്കാനല്ല, ഇതിങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാൻ ഇങ്ങനെ വെച്ചാൽ അത് കുഴഞ്ഞു പോവില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ഒഴിച്ചു, ചട്ടി വെച്ചു, നെയ്യ് ഒഴിച്ചു. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണേ. സവാള, കാഷ്യൂനട്ട്, കിസ്മസ് ഇതെല്ലാം ഇട്ടു. നമ്മൾ ദം ചെയ്യാൻ പോവാണ്.
ഞാൻ ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെ ഞണ്ട് ക്രാബ് ബിരിയാണി. എൻ്റെ മോളും എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുമാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ ഈ വലിയ ഫ്രണ്ട്സുമായിട്ട്, അതായത് എൻ്റെ വലിയ മക്കളുമായിട്ട് ഞാൻ കുക്കിംഗ് തുടങ്ങുകയാണ്. ആദ്യം ഞാൻ കുറച്ച് കറികളൊക്കെ, ചെറിയ ചെറിയ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, താളിക്കണം, പപ്പടം വറക്കണം, മീൻ വറക്കണം, കരിമീൻ കറി വെക്കണം, ചാള കറി വെക്കണം, കപ്പ് ശരിയാക്കണം, പായസം ഉണ്ടാക്കണം, ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുത് തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടക്കറിയാണ്. ഉരുളക്കിഴങ്ങും പപ്പടവും, വറുത്ത പപ്പടവും കൊണ്ട് ഒരു ചെറിയ കറി വെക്കുകയാണ്. ഒരു ചെറിയ കറി നോക്കിക്കോളൂ കേട്ടോ. ഞാൻ സാധാ ഒരാളാണ്, സാധാ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ ഒരു ഭക്ഷണം, ഫിഷ് കൊണ്ട് മാത്രം, മീറ്റ് ഒന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് ചെമ്മീൻ, കുറച്ച് ചാള, കുറച്ച് കരിമീൻ, ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സദ്യ. കറിയാണിത്. അപ്പോൾ നമ്മൾ രേവതിയുടെ ചിജു എന്നാണ് വിളിക്കണ രേവതിനെ. അപ്പോൾ ചിജുവിൻ്റെ ഫേവറേറ്റ് കറിയാണിത്. അപ്പോൾ നമ്മളെ പപ്പടക്കറി റെഡിയായി. ഇതൊരു ചെമ്മീൻ തോരൻ വെക്കാനുള്ള പരിപാടിയാണ്. കുക്കർ വെച്ചു, ചോറ് വെക്കാനുള്ള ഇപ്പം ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കടുക് പൊട്ടി കഴിഞ്ഞു. ഇതിലേക്ക് ആ ചെമ്മീൻ, അരി റെഡിയായി, അരി ഇടുകയാണ്. അരിയായി. അപ്പം ഞാൻ ഇത് അടയ്ക്കാണ്. ചിഞ്ചു ചെമ്മീൻ ബൗളാക്കി മാറ്റി വെക്കും. അപ്പോൾ ഹെൽപ്പ് ചെയ്യും, പോയിക്കോളൂ. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഇതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇടുക. ഇത് ക്യാരറ്റ് വെറുതെ ചുമ്മാ ഒന്ന് വാട്ടിങ് എടുക്കും. ക്യാരറ്റ് വിഴുക്ക് വരട്ടി. അപ്പോൾ ക്യാരറ്റ് റെഡി. മൂന്ന് കറി നമ്മൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി. ഇനി നമുക്ക് ചാള കൊണ്ട് കരിമീനിടാം. ആദ്യം ഞാൻ ചാള ഇടിച്ച മുളക് കൊണ്ട് ചാള കറി വെച്ച് കാണിച്ചു തരാം. ചാളയ്ക്കുള്ള ഗ്രേവി തിളച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചാള പിറക്കി ഇടാൻ പോവാം. ചാള വെള്ളം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ കിടന്ന് പതിയെ ഒന്ന് വറ്റണം. നമുക്ക് കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്. ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ടു, തേങ്ങ ഇടുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് വറയായി. ഇതിലേക്ക് ക്യാബേജ്, ചാള എന്തായി നോക്കാം. അടുത്ത ചട്ടിയിൽ ബീൻസ് മെഴുക്കുവരട്ടാൻ പോവാം. ബീൻസ് ഉണ്ട്, അപ്പം അതൊന്ന് എണ്ണയിൽ വാട്ടണോ അല്ലെ വേവിച്ചിട്ട് വാട്ടണോ? എണ്ണയിൽ വാട്ടണം. അപ്പോൾ ചാള ഞാൻ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവാണ്. മുളക് ഇച്ചിരി ഇട്ടിട്ട് തേങ്ങാക്കൊത്തും ബീൻസും കൂടി ഇട്ട് ചെറിയൊരു ഉപ്പേരി, ഒരു നാടൻ തക്കാളിക്കറി, ചുമ്മാ ഒരു മഞ്ഞക്കറി. പാട്ടൊക്കെ പാടാൻ പാടില്ലേ? പാട്ട് പാടാൻ ഇത് ഇത്ര കറി ഉണ്ടാക്കും, പാട്ട് പാടാനാ നല്ല കഥയായി.
അപ്പോൾ അത് ഞാൻ അടുത്ത ബൗളിലേക്ക് മാറ്റുകയാണേ. ഇത് നമുക്ക് കുറച്ച് കടുക് വെറുതെ വന്നേക്കും എന്നെ കൊണ്ട് പാത്രം കഴുകാനായിട്ട്. മറ്റേ ചട്ടി എപ്പോൾ കഴിയത് അനിയത്തി ഇങ്ങനെ തന്നെയാണ്. പാത്രം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചേച്ചി ചെയ്തോ എന്ന് പറയും. അതുപോലെ തന്നെ ഇതുപോലെ ചേച്ചി ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ട് വറ്റൽ മുളക് ഇട്ടു. അങ്ങനെ നമ്മളെ തക്കാളി കറി റെഡി. കരിമീൻ കറി വെക്കാൻ പോവാം. കരിമീൻ പൊരിച്ചതില്ല, കരിമീൻ കറി വെച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. ചെമ്മീൻ കൊണ്ട് കട്ട്ലറ്റ്. നല്ല മണം വരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. മത്തി ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനിങ്ങനെ പൊരിക്കാൻ വേണ്ടി ഇട്ടു. അത് മുരിഞ്ഞു വരികയാണ്. ബാക്കിയെല്ലാം ജോലി കഴിഞ്ഞ് കുറച്ച് പായസം ഉണ്ടാക്കാം. കരിമീൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പൊളിച്ചത് മറ്റേ മുളക് ചതച്ചിട്ട് മത്തിക്കറി ഉണ്ടാക്കില്ലേ, അത് ബീൻസ്, ക്യാബേജ്, ഇന്നത് ചെമ്മീൻ തോരൻ, പപ്പടക്കറി, പപ്പടക്കറി, പിന്നെ തക്കാളിക്കറി. എന്തൊക്കെ സഹായിച്ചു? എല്ലാത്തിനും സഹായിച്ചു. പായസം ഉണ്ട് അല്ലേ? പ്രോമിസ്ലി സേമിയ. തളർന്നോ അല്ലേ? കുഴപ്പമില്ല, എന്നാലും ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. മെന്റൽ സ്ട്രെയിനാ. നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. മെന്റൽ ടൈം ഫാക്ടർ നോക്കിയിട്ടല്ലേ?